ഹലോ കൂട്ടുകാരെ, നമുക്കിത് ഗ്രേഡ് 7-ലെ എക്സ്പോണൻസ് ആൻഡ് പവേഴ്സ് എന്ന ചാപ്റ്ററിലെ ഫസ്റ്റ് എക്സസൈസിലെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് തുടങ്ങാം. ആദ്യത്തെ 3 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നത്. ഈ ചാപ്റ്ററിന്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ അത് കാണണം. എക്സാമ്പിൾ ക്വസ്റ്റ്യൻസിന്റെ സൊല്യൂഷൻ കണ്ടിട്ടില്ലാത്തവർ അതും കാണണം. അപ്പോൾ നമുക്ക് തുടങ്ങാം. Find the value of 2 raised to 6. 2 എന്ന നമ്പർ 6 ടൈംസ് എഴുതി മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 2 ഇൻറ്റു 2 ഈസ് 4, 4 ഇൻറ്റു 2 ഈസ് 8, 8 ഇൻറ്റു 2 ഈസ് 16, 16 ഇൻറ്റു 2 ഈസ് 32, 32 ഇൻറ്റു 2 ഈസ് 64. ക്ലിയർ ആണല്ലോ? ഇനി അടുത്തത് നോക്കാം. 9 raised to 3. 9 into 9 into 9 equals to 9 into 9 is 81. 81 into 9 നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 1 into 9 is 9. 8 into 9 is 72. അപ്പോൾ നമ്മുടെ ആൻസർ 729 എന്നാണ്. ഇനി അടുത്തത് നോക്കാം. 11 into 11. 11 into 11 equals to 121. ഇനി അടുത്തത് നോക്കാം. 5 raised to 4. 5 into 5 into 5 into 5. 5 into 5 is 25. 25 into 5 is 125. 125 into 5 ചെയ്ത് നോക്കാം. 5 into 5 is 25. 5 here, 2 here. 2 into 5 is 10, 10 plus 2 is 12, 2 here, 1 up, 1 into 5 is 5, 5 plus 1 is 6, 625. ഇതാണ് ആൻസർ. എങ്ങനെ ഇതെല്ലാം ചെയ്തതെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്രസ് ദ ഫോളോയിങ് ഇൻ എക്സ്പോണൻഷ്യൽ ഫോം. ഇവിടെ 6 ഇൻറ്റു 6 ഇൻറ്റു 6 ഇൻറ്റു 6 എന്നാണ്. അപ്പോൾ നമ്മൾ 6 raised to 1, 2, 3, 4 ടൈംസ് ആണ് 6 എഴുതിയിട്ടുള്ളത്. അപ്പോൾ പവറായിട്ട് നമ്മൾ 4 കൊടുത്തു. അപ്പോൾ നമ്മുടെ ആൻസർ 6 raised to 4 എന്ന് കിട്ടി. ഇനി അടുത്തത് ടി ഇൻറ്റു ടി. ടി 2 ടൈംസ് അല്ലേ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ടി സ്ക്വയർ. ഇനി അടുത്തത് നോക്കൂ. ബി ഇൻറ്റു ബി ഇൻറ്റു ബി ഇൻറ്റു ബി. എത്ര പ്രാവശ്യം ബി ഉണ്ട് ഇവിടെ? 1, 2, 3, 4. 4 ആണ് ഇവിടെ പവറായിട്ട് കൊടുക്കുന്നത്. ഇനി അടുത്തത് 5 ഇൻറ്റു 5 ഇൻറ്റു 7 ഇൻറ്റു 7 ഇൻറ്റു 7. അപ്പോൾ നമുക്ക് ആദ്യം 5 എഴുതാം. എത്ര തവണ 5 ഉണ്ട്? 2 ടൈംസ് അല്ലേ. അത് നമുക്ക് 5ൻ്റെ പവറായിട്ട് കൊടുക്കാം. ഇൻറ്റു 7 എത്ര പ്രാവശ്യം ഉണ്ട്? 1, 2, 3. അപ്പോൾ 7 raised to 3. ഇതാണ് അതിൻ്റെ എക്സ്പോണൻഷ്യൽ ഫോം. ഇനി അടുത്തത് നോക്കാം നമുക്ക്. 2 ഇൻറ്റു 2 ഇൻറ്റു എ ഇൻറ്റു എ. അപ്പോൾ ആദ്യം നമുക്ക് 2 എഴുതാം. എത്ര 2 ഉണ്ട്? 1, 2. 2 സ്ക്വയർ. ഇനി എ എഴുതാം. എത്ര എ ഉണ്ട്? 1, 2. അപ്പോൾ എ സ്ക്വയർ. 2 സ്ക്വയർ എ സ്ക്വയർ എന്നാണ് ഇതിൻ്റെ എക്സ്പോണൻഷ്യൽ ഫോം കേട്ടോ. ഇനി അടുത്തത് നോക്കാം നമുക്ക്. എ ഇൻറ്റു എ ഇൻറ്റു എ ഇൻറ്റു സി ഇൻറ്റു സി ഇൻറ്റു സി ഇൻറ്റു സി ഇൻറ്റു ഡി. അപ്പോൾ എത്ര എ ഉണ്ട് ഇവിടെ? 1, 2, 3. അപ്പോൾ അത് ഇവിടെ എഴുതാം നമുക്ക്. എ raised to 3. എത്ര സി ഉണ്ട്? സി ഇവിടെ എഴുതിയിട്ട് 1, 2, 3, 4 സീസ് ആണ് അല്ലേ. അതിവിടെ എഴുതാം. ഇനി ഡി ഒരെണ്ണയുള്ളൂ, അതിങ്ങനെ എഴുതിയാൽ മതി. മനസ്സിലായോ? ഇതാണ് നമ്മുടെ എക്സ്പോണൻഷ്യൽ ഫോം. ഇങ്ങനെ 2 നമ്പേഴ്സ് വന്നപ്പോഴാണ് നമ്മളിവിടെ മൾട്ടിപ്ലിക്കേഷൻ സൈനൊക്കെ കൊടുത്തിട്ട് എഴുതിയത് കേട്ടോ. എക്സ്പോണൻഷ്യൽ ഫോമിലായതുകൊണ്ട് നമുക്കത് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാനൊന്നും പറ്റില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയത്. കാര്യം മനസ്സിലായല്ലോ? എന്നാൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്രസ് ഈച്ച് ഓഫ് ദ ഫോളോയിങ് നമ്പേഴ്സ് യൂസിങ് എക്സ്പോണൻഷ്യൽ നൊട്ടേഷൻ. അപ്പോൾ ഇവിടെയുള്ള ഓരോ നമ്പേഴ്സിനും നമ്മൾ എക്സ്പോണൻഷ്യൽ നൊട്ടേഷനിൽ എഴുതണം. എന്ന് വെച്ചാൽ ഓരോന്നും നമ്മൾ ഫാക്ടറൈസ് ചെയ്യണം. 512 ആദ്യം നമുക്ക് ഫാക്ടറൈസ് ചെയ്യാം. 5ൽ 2 2 ടൈംസ് 1 ബാലൻസ്. ഇനി 11ൽ 2 5 ടൈംസ് 5 2s are 10. 1 ബാലൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ 12ൽ 2 6 ടൈംസ്. ഇനി നമുക്ക് 2 ആയിട്ട് തന്നെ ചെയ്യാം. 2ൽ 2 1 ടൈം. 5ൽ 2 2 ടൈംസ് 1 ബാലൻസ്. 16ൽ 2 8 ടൈംസ്. ഇനി വീണ്ടും 2 ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാം. 12ൽ 2 6 ടൈംസ് അല്ലേ. 8ൽ 2 4 ടൈംസ്. ഇനിയും 2 ആയിട്ട് തന്നെ ചെയ്യാം. 6ൽ 2 3 ടൈംസ്. 4ൽ 2 2 ടൈംസ്. വീണ്ടും 2 ആയിട്ട് ചെയ്യാം. 3ൽ 2 1 ടൈം 1 ബാലൻസ്. 12ൽ 2 6 ടൈംസ്.
ഇനി നമുക്ക് 2 ആയിട്ട് തന്നെ ചെയ്യാം. 16ൽ 2 8 ടൈംസ്. ഇനി നമുക്ക് 2 ആയിട്ട് തന്നെ ചെയ്യാം. 8ൽ 2 4 ടൈംസ്. 4ൽ 2 2 ടൈംസ്. 2ൽ 2 1 ടൈം. അപ്പോൾ എത്ര 2 കിട്ടിയിട്ടുണ്ട് നമുക്ക്? 1 2 3 4 5 6 7 8 9 2s അല്ലേ? അതോടെ എഴുതാം നമുക്ക്. 2⁻9 ഇതാണ് ആൻസർ കേട്ടോ. ഇനി അടുത്തത് 343 ആണല്ലോ. 343 ഫാക്ടറൈസ് ചെയ്ത് നോക്കാം. ഇത് 2 ആയിട്ടും 3 ആയിട്ടും 4 ആയിട്ടും 5 ആയിട്ടും 6 ആയിട്ടും ഡിവിസിബിൾ അല്ല. ഡിവിസിബിൾ ബൈ 7 ആണ്. 34ൽ 7 4 ടൈംസ്. 4 7s are 28. ബാലൻസ് 6 ആണ്. 63ൽ 7 9 ടൈംസ്. 49ൽ 7 7 ടൈംസ്. 7ൽ 7 1 ടൈം. ഇവിടെ എത്ര 7 ഉണ്ട്? 1 2 3. ഇത് നമുക്ക് 7⁻3 എന്ന് എഴുതാം. മനസ്സിലായല്ലോ? ഇനി അടുത്തത് നോക്കാം നമുക്ക്. 729 അതൊന്ന് ഫാക്ടറൈസ് ചെയ്ത് നോക്കാം. ഇത് 2 ആയിട്ട് പറ്റില്ല, ഈവൻ നമ്പർ അല്ലല്ലോ. അപ്പോൾ നമുക്ക് 3 ആയിട്ട് പറ്റുമെന്ന് നോക്കാം. 7 + 2 9, 9 + 9 18, 18 3യുടെ ടേബിളിലുണ്ട്. അപ്പോൾ നമുക്ക് 3 ആയിട്ട് തുടങ്ങാം. 7ൽ 3 2 ടൈംസ് 1 ബാലൻസ്. 12ൽ 3 4 ടൈംസ്. 9ൽ 3 3 ടൈംസ്. വീണ്ടും 3 ആയിട്ട് തന്നെ ചെയ്യാം. 24ൽ 3 8 ടൈംസ്. 3ൽ 3 1 ടൈം. വീണ്ടും 3 ആയിട്ട് തന്നെ ചെയ്യാം. 8ൽ 3 2 ടൈംസ്. 2 ബാലൻസ്. 21ൽ 3 7 ടൈംസ്. ഇനി നമുക്ക് 3 ആയിട്ട് തന്നെ ചെയ്യാം. 9 3s are 27. ഇനി നമുക്ക് 3 ആയിട്ട് തന്നെ ചെയ്യാം. 9ൽ 3 3 ടൈംസ്. 3ൽ 3 1 ടൈം. എത്ര 3 ഉണ്ട് ഇവിടെ? 1 2 3 4 5 6. 3⁻6 എന്ന് എഴുതാം. ഇനി നമുക്ക് 3125 ഒന്ന് ഫാക്ടറൈസ് ചെയ്ത് നോക്കാം. 3125 ഡിവിസിബിൾ ബൈ 5 ആണ് അല്ലേ? നമുക്ക് 5 എഴുതാം. 31ൽ 5 6 ടൈംസ്. 1 ബാലൻസ്. 12ൽ 5 2 ടൈംസ്. 2 ബാലൻസ്. 25ൽ 5 5 ടൈംസ്. ഇനിയും ഡിവിസിബിൾ ബൈ 5 ആണ്. 6ൽ 5 1 ടൈം. 1 ബാലൻസ്. 12ൽ 5 2 ടൈംസ്. 2 ബാലൻസ്. 25ൽ 5 5 ടൈംസ്. 12ൽ 5 2 ടൈംസ്. 2 ബാലൻസ്. 25ൽ 5 5 ടൈംസ്. വീണ്ടും 5 ആയിട്ട് തന്നെ ചെയ്യാം. 5 5s are 25. 5ൽ 5 1 ടൈം. ഇപ്പം എത്ര 5 അവിടെ ഉള്ളത്? 1 2 3 4 5. നമ്മുടെ ആൻസർ 5⁻5 എന്ന് എഴുതാം. അപ്പോൾ പറഞ്ഞതൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ഇപ്പം നമ്മൾ ഫസ്റ്റ് എക്സസൈസിൽ 3 ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തിട്ടുള്ളത്. ബാക്കി ക്വസ്റ്റ്യൻസുമായിട്ട് പെട്ടെന്ന് തന്നെ വരാം കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് ലൈക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. എല്ലാവരുടെ അടുത്തും നമ്മുടെ വീഡിയോസിനെ കുറിച്ചൊക്കെ ഒന്ന് പറയണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ ശരി കൂട്ടുകാരെ, പെട്ടെന്ന് തന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ. താങ്ക് യു. ബൈ ബൈ.